റതീബുണ്ട്, അവിടെ മൗലിദുണ്ട്, അവിടെ ബദരിയത്തുൽ മഖൂസിയ ഉണ്ട്, അവിടെ സ്വലാത്ത് ചൊല്ലലുണ്ട്. റബീഉൽ അവ്വലായാൽ മജ്ലിസാണ്, റബീഉൽ ആഖിറായാൽ ഖുതുബിയത്തോ മുഹീദ്ദീൻ റതീബോ ആണ്. എങ്ങനെയാണ് ഈ റതീബുകൾ ഇതൊക്കെ പതിവായത്? സാഹിയകളിൽ മാത്രമായി, ത്വരീഖത്തിന്റെ കേന്ദ്രങ്ങളിൽ മാത്രമായി പരിമിതപ്പെട്ടിരുന്ന ഇത്തരത്തിലുള്ള സൽക്കർമ്മങ്ങളെ ഓരോ വീടിന്റെ അകത്തളങ്ങളിലേക്ക് നിർദ്ദേശിച്ച് എല്ലാ വീടുകളെയും ആത്മീയ കേന്ദ്രങ്ങളാക്കി മാറ്റിയ ലോകത്തെ അപൂർവം പ്രദേശമാണ് കേരളം. അത് നേതൃത്വം കൊടുത്താലാണ് ഇവിടുത്തെ സാത്വികരായ സുഫിയാക്കളാണ്. നമ്മുടെ വെളിപ്പാടകരയാണ് ചാപ്പനങ്ങാടി ഉസ്താദ്. മഹാനവർകൾ ഒരു പള്ളിക്കൂടയിൽ ഇബാദത്തിൽ ഒതുക്കി കൂടിയവരായിരുന്നില്ല. ഓരോ നാട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരന്റെ കൂടെ ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം കൊടുക്കുക, ഇജാസത്തുകൾ കൊടുക്കുക. കോയക്കൊട്ടി ഉസ്താദിനെ പോലെ, അത്തിപ്പറ്റ ഉസ്താദിനെ പോലെ ജനങ്ങളുടെ സാധാരണക്കാരന്റെ ജീവിതത്തെ ആത്മീയ ശോഭയിൽ വളർത്തിക്കൊണ്ടുവരിക ഈ പാരമ്പര്യം ഈ നാടിന്റെ സൗഭാഗ്യമാണ്. നമ്മളിപ്പോ അനുഭവിക്കുന്ന തവണ